ഹായ്. വരൂ. ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയോ? കുറച്ച് വീട് ക്ലീനിങ്, കുറച്ച് അലക്കല്. ഓ, ഇരിക്ക്. ഒരു പ്ലേറ്റ് എടുക്കാം, ലേശം ഇഡ്ലി. ആയിക്കോട്ടെ. പട്ടാഭിയുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ അല്ലേ? ഇത് ആ കറിയാണോ? ഊണേഷൻ? ഇതൊക്കെ വെറുതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നില്ലേ? അച്ഛനിപ്പോ ഒരു വലിയ പട്ടാഭി ഫാനാണ് കേട്ടോ. ഏത് സമയം പറയും. Why are you still a bachelor? എന്താ പറയാ, പിന്നെ അങ്ങനെ ചിലതും വേണ്ടേ. എന്റെ വിവാഹത്തിനും അച്ഛനിങ്ങനെ ഫോഴ്സ് ചെയ്യുമായിരുന്നു. ഞാൻ പിന്നെ ഈ ഷൂട്ടിങ്ങും തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ. ഒരുമിച്ചായോ? നമുക്ക് കല്യാണം കഴിച്ചാലോ? പഠിച്ചോനെ, ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടി സ്വകാര്യവൽക്കരിക്കുകയാണോ? ഇങ്ങോട്ടാ. ഒന്നും പറഞ്ഞില്ല. ഏയ്, അതൊന്നും ശരിയാവില്ല. വൈ? പൊരുത്തക്കേടുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്നതല്ല കല്യാണം. പൊരുത്തപ്പെടാൻ ഞാൻ തയ്യാറാണെങ്കിലോ? തനൂജയുടെ ജീവിതത്തിലെ നിറം, രുചി, അതൊക്കെ ആയിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. അത് കലക്കി. സിമ്പിളായിട്ടൊരു കാര്യം പറയാം. കല്യാണം കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് ഞാൻ തന്നെ ഒന്ന് ഉമ്മ വയ്ക്കണ്ടേ? ഉമ്മ വെച്ച കൊല്ലിഞ്ഞായി. ചുണ്ടിൽ ഇത്രയും മായം തേച്ച് പിടിപ്പിക്കുന്ന ഒരാളോട് എനിക്ക് ഐ എം സോറി. താങ്ക്സ്. സമ്മതിക്കാതിരുന്നത് നന്നായി. അതെന്താ? സാറെങ്ങാനും സമ്മതിച്ചിന്റെ സാറിന്റെ ഭാര്യയെ നോക്കി ഞാൻ കാലാകാലം വെള്ളർക്കേണ്ടി വരൂല്ലോ. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കല്യാണം കഴിക്കരുത്, ഇങ്ങനെ നിക്കണം. നീ എന്താ ഇവിടെ? അതാ ഞാനും ആലോചിക്കുന്നത്, ഞാൻ എന്താ പറയുന്നത്. പട്ടാഭി സാറല്ലേ? നമസ്കാരമുണ്ട്. ഞാന് പ്രാഞ്ചി കോർപ്പറേഷൻ ഓഫീസിൽ വിളിച്ചിട്ടാ സാറിന്റെ നമ്പർ എടുത്തേ. എന്താ കാര്യം? എന്തുട്ട് ചീഞ്ഞ ഫുഡാ സാറേ ഇത്. നമ്മളിവിടുന്ന് ഒരു ഊണ് കഴിച്ചിട്ട് 5 മണിക്കൂറായിട്ട് കക്കൂസിന്ന് ഇറങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്ത് ഒരു കാര്യത്തിന് വന്നിട്ടേ ഇങ്ങനെ തൂറിച്ചാവാൻ പറ്റിയോ കടിയേ? നിങ്ങളൊക്കെ എന്തുട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറാ? നിങ്ങൾ എവിടെന്നാ ഭക്ഷണം കഴിച്ചത്? വിനീത ഹോട്ടല്, നമ്മുടെ തൈക്കാട് ആശുപത്രിയുടെ മുന്നിലേ. അതെ, നിങ്ങളെ ഞാൻ ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാം. ഓക്കെ ഷുക്കൂറേ, തൈക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വിനീത ഹോട്ടലുണ്ടോ? ഉണ്ട് സാർ. വണ്ടി എടുക്ക്. പിന്നെ സാർ, അത് വത്സൻ സാറിന്റെ അമ്മാവന്റെ ഹോട്ടലാ. ആരായാലും എന്തടോ, നിയമത്തിന്റെ വഴിക്ക് കിടക്കണം. അത് കറക്റ്റാണ് സാർ. എങ്കിൽ പിന്നെ വണ്ടി എടുക്കടോ. ഓക്കെ, എടുത്തു സാർ. സാറിന്റെ തൃശ്ശൂർക്കാരൻ കളിക്കട്ടെ എന്തായാലും. നമ്മുടെ ഉള്ളിൽ നാടകത്തിലേക്ക് കിടക്കണേ. പട്ടാഭിന്ന് അവിടെ നിന്നും നമ്മള് മാവന്റെ 16 അടിയന്തരം ഉണ്ട്. ഹലോ വത്സൻ സാറേ, ഞങ്ങൾ വിനീത ഹോട്ടലെത്തി. പട്ടാഭി അങ്ങോട്ട് പോയിട്ടുണ്ട്. നീ ആ ഫോൺ ഓഫ് ആക്കാതെ പോക്കറ്റിലിട്. സ്പീക്കർ ഇട് സാറേ. എന്തിന് സാറേ? കേൾക്കില്ലേ? ഫോണ്. സാറേ, സാർ ആരാണെന്ന് എനിക്കറിയാം. കിഴക്കേക്കോട്ടയിലും ചാലയിലും ഒക്കെ ആയിട്ട് 3-4 ഹോട്ടൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. തിരുവനന്തപുരം സിറ്റിയിൽ മഹാരാജാവ് തിരുമനസ് കഴിഞ്ഞാൽ പിന്നെ അംബാസഡർ കാർ വാങ്ങിച്ചത് ഈ ഞാനാണ്. ഇപ്പൊ എല്ലാം നശിച്ചു. പച്ചരി വാങ്ങിക്കാൻ ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് പൂട്ടരുത്. ആഹാരം തരാൻ പറഞ്ഞാൽ ആഹാരം തരണം. പോയിക്കോളൂ. മാമൻ സ്വാമിയുടെ വായിൽ പെട്ടു സാറേ.
ഈ സാമ്പാർ എത്ര ആഴ്ചയായി? ഇപ്പൊ ഉണ്ടാക്കിയതാ സാറേ. പോരല്ലോ സാർ. സാറേ, ഇവിടെ നിന്ന് കഴിച്ചവരാരും ഇന്നേ വരെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല സാറേ. കിച്ചൺ എവിടെയാ? ദാണ്ട ഇവിടെ. പക്ഷേ സാറേ, സംഭവം സക്സസ്. പട്ടാഭി അടുക്കള കയറി. ഓ മാമ പട്ടമായി. ഗുഡ് ജോബ്. എന്താ ഉണ്ടാക്കുന്നത്? രസം. നോക്കട്ടെ. നാളേറെയായി ഞാൻ തേടി രുചിരസം, നാവിൽ പുതുമ തൂകും ഹൃദയമേകും പുതുരസം, കാലം കാത്തുവോ എന്താ പേര്? വിനീത. കതിരിടും രസമായിട്ടുണ്ട്. പേരോ? പേരും രസമായിട്ടുണ്ട്, രസവും രസമായിട്ടുണ്ട്. ഇത്രയും രസം മതി.